നമ്മുടെ സഭ നവീകരണ സഭയാണ്. നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ് ഈ റിഫർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നവീകരണം. അത് ആശയലോകത്തിൽ നമുക്ക് ചിന്തയുടെ തലത്തിൽ നവീകരണം ഉണ്ടാകണം, പ്രവർത്തന മേഖലകളിൽ നവീകരണം ഉണ്ടാകണം, നമ്മുടെ കൺസ്ട്രക്ഷനിൽ തന്നെ ഒരു റീകൺസ്ട്രക്ഷൻ നടക്കണം. ഇതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് 1 കോടി രൂപയിൽ 50 ലക്ഷം രൂപ കുറച്ചാൽ എത്രയാകുമോ അത്രയും ഭീമമായൊരു സംഖ്യയാണ് ഇവിടെ നമ്മൾ ഇത് പുനർനിർമ്മാണത്തിന് ചെലവഴിച്ചിരിക്കുന്നത്. ഇവിടെ വികാരിയച്ഛൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, അച്ചോ ഇവിടെ തുടങ്ങിയാൽ നടന്നിരിക്കും. അങ്ങനെ തുടങ്ങാനും അത് നടത്താനും നിങ്ങളെല്ലാവരും കാണിക്കുന്ന ആ സന്മനസ്സിനെയും ഒരുമയെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എന്നാൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യം, റീകൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് ലീഡ്സ് ടു റീബിൽഡിംഗ് ഓഫ് ദ പേഴ്സൺ ആൻഡ് ദി കമ്മ്യൂണിറ്റി. ഒരു അതിമനോഹരമായി ഈ ദേവാലയം നമ്മളിപ്പോൾ പുനർനിർമ്മിച്ചിരിക്കുന്നത് പോലെ ഈ നമ്മളെല്ലാവരുടെയും ജീവിതം, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ് റീകൺസ്ട്രക്റ്റ് ചെയ്ത് ഈ ഉള്ളിൽ നല്ല മഹത്വം ഉണ്ടാകണം. ഈ പള്ളിയുടെ ഉള്ളിലെ വിശുദ്ധി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും വിശുദ്ധിയായിട്ട് മാറുന്നതിനാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അതിനുള്ള സമർപ്പണമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഇടവക, നവീകരിച്ച ഇടവക, നവീകരണ സഭയുടെ അംഗങ്ങളായ നമ്മളാണ് ദേവാലയം. യു ആർ ദ ടെമ്പിൾ. നമ്മളാണ് ദേവാലയം. ആത്യന്തികമായി നമ്മൾക്കാണ് രൂപാന്തരവും നമ്മൾക്കാണ് വളർച്ചയും ഉണ്ടാകേണ്ടത്. ഈ വലിയ ഉത്തരവാദിത്വം കൂടെ നമ്മൾ ഓർക്കുന്ന ഒരു ദിവസവും സമയമാണ് ഇത്. ഇനിയും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, പള്ളിയെല്ലാം പണിഞ്ഞു, എല്ലാവരും ഒരുമിച്ച് ചെന്നു. സാധാരണ ഇനി വരാവുന്ന ഒരു കാര്യം, അത് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ കത്തോലിക്ക സഭയുടെ പ്ലാംപ്ലാനി തിരുമേനി നമുക്കൊരു സ്നേഹമുള്ള ആളാണ്. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം, സഭയ്ക്ക് ഒരു ശത്രുവേ ഉള്ളൂ. ദർ ഈസ് ഓൺലി വൺ എനിമി ഫോർ ദ ചർച്ച്. അത് അടുത്തുള്ള മറ്റേ ഒരു സഭ വിഭാഗമല്ല, നാട് അയലോക്കത്ത് താമസിക്കുന്നവരല്ല. ഈ സഭയുടെ ശത്രു എന്ന് പറയുന്ന ഏകയാളാണ്, അത് സാത്താനാണ്. എങ്ങനെ ഈ മനോഹരമായ ദേവാലയത്തെ നശിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റയാളേ ഉള്ളൂ. അത് ഈ പറഞ്ഞത് മറ്റാരുമല്ല, അത് സാത്താൻ. ആ സാത്താൻ പല രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഈ ഐക്യമുണ്ടല്ലോ, ആ ഐക്യത്തെ തകർക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ജോലി. അത് അവർ 3-4 പേര്, ഇപ്പം കുറച്ച് 2-3 പേരുടെ പേരിവിടെ പറഞ്ഞു, അവർ പല രീതിയിൽ സഹായിച്ചതാണ്. നിങ്ങളെല്ലാം സന്തോഷത്തോടെ കേട്ടിരിക്കുകയാണ്. പോകുന്ന വഴി കാറയിലിരുന്ന് ഭാര്യ ഭർത്താവിനോട് പറയും, നിങ്ങൾ കേട്ടോ. അപ്പോൾ അവർ 3-4 പേര് കൊടുത്തത് കൊണ്ടാണ് പള്ളി പണിഞ്ഞത്. ഒടുക്ക ഈ മര്യാദക്കാരനായ ഭർത്താവ് ഈ പള്ളിയിൽ വരുമ്പോൾ അടുത്ത കമ്മിറ്റിയിൽ അദ്ദേഹം, അങ്ങനെ ചില പ്രൈവറ്റ് പാർട്ടികളുടെ സഹായം കൊണ്ടാണോ പള്ളി നടക്കേണ്ടത് എന്ന് പറയുകയും, ഈ പള്ളിയെ നമ്മൾ ഈ ഒരുമയെ, അതിൻ്റെ മഹത്വത്തെ വല്ലാതെ മുറിക്കാനായിട്ട്, സിൻ ഡിവൈഡ്സ്, പാപം എപ്പോഴും മുറിക്കുന്നതാണ്, എപ്പോഴും മുറിക്കുക. അപ്പോൾ നമുക്ക് പറയാൻ പഠിക്കേണ്ട ആത്മീയത, യേശു പത്രോസിനോട് പറഞ്ഞാണ്, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. സാത്താനെ, എന്നെ വിട്ടുപോകും. നീ ദൈവത്തിൻ്റേതല്ല, അല്ലെങ്കിൽ നീ മനുഷ്യനെ നന്നാക്കാനല്ല, മനുഷ്യനെ നശിപ്പിക്കാനാണ്. നീ നുണയൻ്റെ അപ്പനാണ്. ഇതാണ് യാക്കോബ് പറയുന്നത്, നുണയൻ്റെ അപ്പൻ സാത്താൻ. അതുകൊണ്ട് വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലാ ഇടവകകളും, ഇവിടെ മാത്രമല്ല എല്ലാ ഇടവകകളും അതിൻ്റെ ഐക്യത്തെയും അതിൻ്റെ സ്നേഹത്തെയും അതിൻ്റെ കൂട്ടായ്മയും നശിപ്പിക്കുന്ന ഏക പാപശക്തിയായ ഈ സാത്താൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാനായിട്ട് ഇടയാകും. പക്ഷേ അത് സാത്താനായിട്ടല്ല പലപ്പോഴും നമ്മൾ കാണുന്നത്, അയൽവക്കക്കാരനായിട്ടോ അടുത്ത പള്ളിക്കാരനായിട്ടോ കൂടെ ജോലി ചെയ്യുന്നവനായിട്ടോ ഒക്കെ ആണ് കാണുന്നത്. അതുകൊണ്ട് നിതാന്ത ജാഗ്രത പുലർത്തേണ്ടുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പള്ളി എന്ന് പറയുന്നത്, നിതാന്ത ജാഗ്രത.
അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് പ്രവേശിക്കുന്ന ഇത്തരത്തിലുള്ള ചിന്തകൾക്ക്, അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ദൈവമേ നിൻ്റെ മാലകമാരെ കാവൽ നിർത്തി ഈ ശത്രുവിനെ നമ്മളിൽ നിന്ന് തുരത്തി ഓടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശക്തിയുള്ള ആത്മീയ പ്രബുദ്ധതയുള്ള ഒരു നല്ല സംഘമായിട്ട് ദൈവജനമായ നമ്മൾ ജീവിച്ചേ മതിയാകുകയുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ വന്നു കൂടി ഒരു ചെറിയ ആനന്ദം അങ്ങനെ ഉള്ളതിൽ നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് പോകണം. അപ്പോൾ ഇതൊരു ദർശനമായിട്ട് നമുക്ക് കാണണം. ഈ പള്ളി എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ സ്ഥലമാണ്. അത് വെറും കൂട്ടായ്മയല്ല. ചർച്ച് ഈസ് നോട്ട് എ ക്ലബ്, ഇറ്റ് ഈസ് എ ക്ലിനിക് ഫോർ സിന്നേഴ്സ്. ഇത് വലിയ ആത്മീക ആളുകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ളതിനേക്കാളൊക്കെ അങ്ങനെയുള്ള ഒരു ക്ലബ്ബല്ല ഇത്. ക്ലബിൽ സമാനമായ ആളുകൾ വരുന്നു, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും ഐക്യമുണ്ട്. എന്നാൽ പള്ളി നോക്കിക്കേ, പള്ളിയിൽ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. വലിയ സമ്പന്നരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ളവരുണ്ട്. പക്ഷേ എല്ലാവരും ഒരു അപ്പത്തിൻ്റെ അംശികളും ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവരും എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ സഹോദരങ്ങളാണ് എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും പറയും പാരിഷ് എന്ന് പറയുന്നത് ഒരു വൈഡർ ഫാമിലിയാണ്, ഇല്ലേ? നിശ്ചയമായിട്ടും അങ്ങനെയാണ്. കുടുംബങ്ങളുടെ കുടുംബം എന്ന് നമ്മൾ പറയും. കുടുംബത്തിൽ എന്താണ് സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ സംഭവിക്കുന്നത്? വൺ ഈസ് ലിവിങ് ഫോർ ദി അതർ. അപ്പൻ അമ്മയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ജീവിക്കുന്നു, അമ്മ അപ്പന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ജീവിക്കുന്നു. വൺ ഈസ് ലിവിങ് ഫോർ ദി അതർ, ഈച്ച് വൺ ഈസ് ലിവിങ് ഫോർ ഈച്ച് അതർ. ഇങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടായ്മയാണ് പള്ളി. ഇത് ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആർക്കും മാർഗിടേണ്ടി വരുന്നില്ല. അപ്പൻ അമ്മയ്ക്ക് മാർഗിടുന്നില്ല, അമ്മ അപ്പന് മാർഗിടുന്നില്ല, അമ്മയും അപ്പനോട് ചേർന്ന് പിള്ളേർക്ക് മാർഗിടുന്നില്ല. ആ വീട്ടിൽ ബുദ്ധിയുള്ള കുട്ടിയുണ്ട്. ഒരു കുട്ടി വളരെ ബ്രില്യൻ്റാണ്, മറ്റൊരു കുട്ടി സാമാന്യമായി പഠിക്കും, ഒരു കുട്ടി ഒരു പക്ഷേ സ്പെഷ്യൽ ചൈൽഡായിരിക്കും. പക്ഷേ അപ്പനും അമ്മയും പ്രത്യേകം പരിഗണിക്കുന്നത് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമായിട്ടുള്ള കുട്ടിക്കാണ്. പള്ളികളിൽ അതൊന്നും നടക്കുന്നില്ല. സമാനമായുള്ള ആളുകളാണ് കൂട്ടുകൂടുന്നത്. ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് കാണിക്കുകയല്ലെങ്കിലും മനസ്സിൽ നിന്ന് മാറ്റുന്നു. മാർക്കറ്റിൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, മാർക്കറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എക്സ്ക്ലൂഷനാണ്. അവരുടെ കപ്പാസിറ്റി കാറ്റഗറിയിലുള്ള ആളുകളെ സ്വീകരിക്കുകയും ഒരുപാട് ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രക്രിയ ദർ ഇസ് നോ എക്സ്ക്ലൂഷൻ, ഓൺലി ഇൻക്ലൂഷൻ. എല്ലാവരെയും. ആൻഡ് ദിസ് ഡോർ, ഇതിന് ചില സഭയിൽ ആനവാതിൽ എന്നാണ് പറയുന്നത്. ഏറ്റവും വിശാലമായ വാതിലാണ്. എവരിബഡി ക്യാൻ കം, ഇറസ്പെക്റ്റീവ് ഓഫ് ഡിനോമിനേഷൻ, ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ. ഓൾ ആർ വെൽക്കം, ഓൾ ആർ വെൽക്കം. അങ്ങനെ പരസ്പരം വെൽക്കം ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് തീരണം. ഇതൊരു പ്രതീക്ഷയുടെ സെൻ്ററായിരിക്കും. നിശ്ചയമായിട്ടും അങ്ങനെയാണല്ലോ. ഈ ഒരു പ്രതീക്ഷയുടെ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ ഉള്ള ഒരു സ്നേഹത്തിൻ്റെ വരവേൽപ്പ് എപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥാനമാണ്. ഇതിനാണ് നമ്മൾ ഒരു ഗൗരവമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള, എനിക്കെപ്പോഴും വലിയ ഹൃദ്യമായ ഒരു സംഭവമായിട്ട് കഥ പറയുന്നത്, രണ്ട് സഹോദരന്മാർ, അവർ ജ്യേഷ്ഠനും അനിയനുമാണ്. അവർ ഭൂസ്വത്ത് ഒരുപാടുള്ളവരാണ്. മൂത്ത സഹോദരൻ അദ്ദേഹം അവിവാഹിതനാണ്. ഇളയ സഹോദരൻ വിവാഹിതനും 4 ആൺമക്കളും ഉണ്ട് അദ്ദേഹത്തിന്. അവർ ഈ ഹാർവെസ്റ്റിൻ്റെ സമയത്ത് എല്ലാം ഇപ്പോഴും ഇങ്ങനെ അവരുടെ കൊയ്ത്ത് മെതി ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവരുടെ ഈ നെല്ലും ഗോതമ്പും എല്ലാം ആ കളപ്പുരയിൽ കൂട്ടും. അപ്പോൾ ഈ ജ്യേഷ്ഠൻ്റെ മനസ്സിലൊരു തോന്നൽ വേണം, ഞാൻ ഒറ്റയാളാണ്, എനിക്ക് ഇത്രയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് സർവ് ചെയ്യാൻ ഇതിൻ്റെ 4 മതിയായി. പക്ഷേ എൻ്റെ അനുജൻ, അവന് 4 പിള്ളേരാണ്, അവരെല്ലാം പഠിക്കുകയാണ്, അവന് വലിയ ചിലവുണ്ട്. അതുകൊണ്ട് ഈ ജ്യേഷ്ഠൻ ആരും അറിയാതെ ഇവരുടെ രാത്രിയിൽ ഈ കളപ്പുരയിൽ നിന്ന് കുറച്ച് 1-2 ചാക്ക് അവരുടെ ധാന്യം ചാക്കിൽ നിറച്ച് ഈ അനിയൻ്റെ കളപ്പുരയിൽ കൊണ്ടിടും. അനിയൻ്റെ മനസ്സിലൊരു തിങ്കിങ് ഉണ്ടായി. അനിയൻ ഓർത്തു, ദൈവമേ, എനിക്ക് 4 ആൺപിള്ളേരാണ്, എനിക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആശുപത്രി കൊണ്ടുപോകാൻ, കുറച്ച് ബ്ലഡ് വേണമെങ്കിൽ തരാൻ നല്ല തടിമാടന്മാരും മിടുക്കരുമായിട്ടുള്ള എൻ്റെ മക്കളുണ്ടല്ലോ,
എനിക്ക് വല്ലതും സംഭവിച്ചു പോയാൽ എൻ്റെ ജ്യേഷ്ഠനെ ഞാൻ നോക്കുന്നത് പോലെയും സ്നേഹിക്കുന്നത് പോലെയും അവർക്ക് നോക്കാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. അതുകൊണ്ട് ജ്യേഷ്ഠന് കുറച്ച് പണമൊക്കെ എപ്പോഴും വേണം. അദ്ദേഹം തൻ്റെ കളപ്പുരയിൽ നിന്ന് ഇങ്ങനെ 1-2 ചാക്ക് ധാന്യം നിറച്ച് ഈ ജ്യേഷ്ഠൻ്റെതാണ്. ഒരു രാത്രി കൂരിരുട്ടുള്ള ദിവസം ഇവർ രണ്ടുപേരൂടെ ഏതാണ്ട് ഒരേ സമയത്ത് അറിയാതെ ഇവർ ഈ ധാന്യമായി വരികയാണ്. ഇരുട്ടുള്ളത് കൊണ്ട് ഒരു സ്ഥലത്ത് വന്നപ്പോൾ കൂട്ടിയിടിച്ചു. ചേട്ടനും അനിയനും ചാക്ക് താഴെ വീണു. അന്നത്തെ ലഭ്യമായ വെളിച്ചം തെളിയിച്ചപ്പോൾ ജ്യേഷ്ഠനും അനുജനും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. ജ്യേഷ്ഠൻ പറഞ്ഞു, നിനക്കെന്നാ ഇവിടെ കാര്യം, നീ രാത്രി എവിടെ പോവുക? അനിയൻ ചോദിച്ചു, അച്ചാച്ചൻ എവിടെ പോവുക? അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു. ഇത് വിശുദ്ധ സ്ഥലമാണ്, ഇവിടെ നിങ്ങൾ എനിക്കായി ഒരു ദേവാലയം പണിയും. സ്നേഹിതരെ, സ്നേഹത്തിൻ്റെ കൂട്ടിമുട്ടലുകൾ നടക്കുന്ന സ്ഥലമായിരിക്കണം നമ്മുടെ ദേവാലയങ്ങൾ. കൂട്ടയിടിയുടെ സ്ഥലമല്ലത്. ഇത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയും കൂട്ടിപ്പിടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതുമായ സ്ഥലം. ഇതിനാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. പള്ളി എന്ന് പറയുന്നത്, ദേവാലയം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ സൈൻ ആൻഡ് എ സിംബൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ പ്രതീകവും പതിപ്പുമാണിത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അടുത്ത 5 വർഷത്തിന് കൊണ്ട് നമ്മുടെ ഇടവകളെല്ലാം ദൈവരാജ്യത്തിൻ്റെ പതിപ്പാക്കാൻ നമുക്കൊക്കത്തില്ല. എങ്കിലും ദൈവരാജ്യത്തിൻ്റെ ഒരു ചെറിയ ചലനങ്ങൾ നമ്മുടെ ഇടവകളിലെല്ലാം ഉണ്ടാക്കണം. കരുതലിൻ്റെയും കരുണയുടെയും ചേർത്ത് പിടിക്കലിൻ്റെയും, ആരെയും തള്ളിക്കളയാത്ത, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഇൻക്ലൂഡ് ചെയ്യുന്നതായ ഒരു ദൈവരാജ്യത്തിൻ്റെ പ്രകാശവും മധുരവും നമുക്ക് നുകരുവാനും അനുഭവിക്കുവാനും കഴിയുന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. നമ്മുടെ ആത്മീയതയിലും പള്ളിയിലുമൊക്കെ വന്നിട്ട് ഒരു ലിതാർജിയുണ്ട്. ഇങ്ങനെയൊക്കെ പള്ളി വന്നാൽ മതി, ഇങ്ങനെ അവിടെ ഇരുന്നു, അനങ്ങാതെ അവിടെ ഇരുന്നു, കുർബാന കൊണ്ടു മടങ്ങിപ്പോകും. പള്ളി ഈസ് ദ മോസ്റ്റ് ഡിസ്റ്റർബിങ് സെൻറ്റർ. അതുകൊണ്ട് പള്ളിയിൽ പോകുന്നതിനേക്കാൾ പ്രധാനമാണ് പള്ളിയിൽ നിന്ന് പോകുന്നത്. പള്ളിയിൽ നിന്ന് പള്ളിയുമായി ലോകത്തിലേക്ക് പോയി ലോകത്തെ പള്ളിയാക്കുന്ന വലിയ ഉത്തരവാദിത്വമാണ്. ക്രിസ്തോസ് തിരുമേനിയുടെ പുസ്തകത്തിൻ്റെ പേര് ചർച്ച് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ചന്തയിലെ പള്ളി. ചന്ത അല്ലെങ്കിൽ മാർക്കറ്റിന് പള്ളിയാകാം, എന്നാൽ പള്ളിക്കും മാർക്കറ്റായി പോകാം. അതുകൊണ്ട് പള്ളിയെയും കൊണ്ട് ലോകത്തിലേക്ക് പോയി ലോകത്തെ പള്ളിയാക്കേണ്ടുന്ന നമ്മളുടെ പള്ളിയായി നിലനിർത്താനായിട്ട് സാധിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ ദേവാലയം, ഈ പ്രതിഷ്ഠ ചെയ്ത ദേവാലയം കൂടുതൽ ഗൗരവത്തോടുകൂടി ലോകരക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ അടയാളമാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അംഗങ്ങളായി നമുക്ക് തുടർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. എല്ലാവർക്കും ദൈവം ആവശ്യമായിട്ടുള്ള നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. യു ആർ ഓൾ ബ്ലെസ്ഡ് എബൻഡൻ്റ്ലി. ദൈവം ധാരാളമായി നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് സന്തോഷം തോന്നുന്ന, വലിയ സന്തോഷമില്ല എന്നാലും ചെറിയ സന്തോഷം തോന്നുന്നത്, ഈ സ്നേഹസ്പർശം ഹോം പ്രോജക്റ്റിലേക്ക് നമ്മൾ അടുത്ത 5 കൊല്ലം കൊണ്ട്, പൊന്നുമിതം തിരുമേനി ക്ഷമിക്കണം, ആർത്തവക്കാരെ മാത്രമേ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് 5 കൊല്ലം കൊണ്ട് ഈ ഭദ്രാസനത്തിൽ ഒരാൾ പോലും ഭവനമില്ലാത്തവരായി ഉണ്ടാകരുത്. ഏതാണ്ട് ഇപ്പോൾ തന്നെ 55 വീടിനെ കുറിച്ചുള്ളതാണ് വന്നിരിക്കുന്നത്. അന്നേരം ഇത് തുടങ്ങിയപ്പോൾ ഒരു പക്ഷേ ഇതൊന്നും കാര്യമായി ഇത്രയൊക്കെ ഒക്കുമെന്നുള്ളത് കൊണ്ട് കുറേ ആളുകൾ പേര് തന്നിട്ടില്ല. ഇപ്പോൾ ഓരോ വഴികളിൽ ചെല്ലുമ്പോൾ ഒരുപാട് നമ്പറുകളുണ്ട്. എൻ്റെ ഒരു ചെറിയ കണക്കൂട്ടലനുസരിച്ച് ഒരു 120 പേരെങ്കിലും വീടില്ലാത്തവരുണ്ട്. 5 കൊല്ലം കൊണ്ട് നമുക്ക് അവർക്കൊരു വീടില്ലാത്ത ആരും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഒരു അടയാളമായി ഒരു ആയി നിങ്ങൾ ഇവിടെ ഒരു ഭവനം ഈ സ്നേഹസ്പർശത്തിലൂടെ നിങ്ങളായിട്ട് തന്നെ വെക്കുന്നു എന്നുള്ളതിൽ അറിയുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. വികാരിയച്ഛൻ ഐസക് പി ജോൺസൺ അച്ഛനെ കുറിച്ച് ഇവിടെ നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ റിപ്പോർട്ടിൽ അലക്സാണ്ടർ ജോർജ്, അദ്ദേഹം ഞാൻ അറിഞ്ഞില്ല ഇത്രയും വലിയ ത്യാഗസമ്പന്നനായ ഒരു വലിയ അച്ഛനാണെന്ന്. എങ്കിലും ഇവിടെ വന്നപ്പോൾ അതൊന്ന് അറിയാനായിട്ടിടയായി. അച്ഛനോടുള്ള പ്രത്യേക സന്തോഷം. ഈ ബിഷപ്പിനും അച്ഛന്മാർക്കും ഉള്ള ഒരു ഗുണം, കഷ്ടപ്പെടുന്നതും പണം കൊടുക്കുന്നതും എല്ലാം ദൈവജനം, ക്രെഡിറ്റ് കിട്ടുന്നതും പ്രസംഗം പറയുന്നതും എല്ലാം മെത്രാന്. അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ട്. അത് ഈ സഭയുടെ ഒരു അനുഗ്രഹമാണ്. മനസ്സിലായി. മറ്റുള്ളവൻ്റെ പ്രയത്നഫലം സ്വയം പ്രയത്നിക്കാതെ
അവരനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ദൈവം എങ്ങനെ കാണും എന്നെനിക്ക് നിശ്ചയമില്ല. നല്ലതായിട്ട് കാണാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളാക്കുന്ന നിങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തുതിക്കുന്നു. ക്രിസ്തോസ്റ്റം തിരുമേനിയെക്കുറിച്ച് പറഞ്ഞാണല്ലോ അവസാനം. തിരുമേനി സഭയിൽ പറയുന്നൊരു വാക്ക്, എൻ്റെ ജനം. കലുഷിതമായ മണ്ഡലം നിശബ്ദമാകും, എൻ്റെ ജനം. അതാണ് ഈ സഭ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്രെഡിറ്റ് പറഞ്ഞാൽ പോരാ, നമുക്ക് അത് തുടരുകയും അതിൽ വളരുകയും അതിനെ പൂർത്തീകരിക്കുകയും ചെയ്യണം. സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരക്ഷരം വിടാതെ സശ്രദ്ധം കേൾക്കുന്നു എന്നുള്ള മട്ടിൽ ശരീരം കൊണ്ട് ഇവിടെ ഇരിക്കുകയും മനസ്സുകൊണ്ട് ഈ ഭൂലോകത്തിലെല്ലാം സഞ്ചരിക്കുകയും ചെയ്ത നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഈ ഇടവകയെ അനുഗ്രഹിക്കട്ടെ.